ونشهد أن محمدا عبده ورسوله أرسله بدين الهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചു പോയ, ചെയ്തു പോയ മുഴുവൻ തെറ്റുകൾ, അറിഞ്ഞും അറിയാതെയും ഒക്കെ സംഭവിച്ചു പോയ മുഴുവൻ അപരാധങ്ങൾ പരിശുദ്ധ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് പരിപൂർണമായി മഗ്ഫിറത്ത് പ്രദാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടകാലം തെറ്റുകളിൽ നിന്നകന്ന് ഒരു നല്ല മുസ്ലിമായി ഇബാദത്തോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം ഈമാൻ സലാമത്തായി ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള മഹാസൗഭാഗ്യം കൊണ്ട് നാം ഏവരെയും അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. രോഗങ്ങൾ, ബലാഅുകൾ, മുസീബത്തുകൾ, ഷർറുകൾ എല്ലാത്തിനും തൊട്ടും നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബാദികൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഉസ്താദുമാർ ഏവരെയും അല്ലാഹു കാക്കട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞ് മൗത്തായി പോയവർ, തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഴുവൻ ഖബറാളികൾ, പ്രത്യേകം കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പിതാവ്, പടച്ചവൻ പരിപൂർണമായ മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസിൽ കൂടാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദുന്യാവിൻ്റെയും ആഖിറത്തിൻ്റെയും വിജയത്തിന് നിദാനമാകുന്ന സർവകാര്യങ്ങളും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി, വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. വസായൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസിയത്തുകൾ, നബിയുടെ ഉപദേശങ്ങൾ, നബിയുടെ നിർദ്ദേശങ്ങൾ, അത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും അമൂല്യമായ സമ്മാനങ്ങളാണ്. പലപ്പോഴും പല സഹാബത്തും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് ചോദിക്കും, റസൂൽ അതിന് മറുപടി കൊടുക്കും. ഈ വിഷയത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് അഭിപ്രായം ചോദിക്കും. ചിലപ്പോൾ ചില സഹാബത്ത് പൊതുവായ ചില ഉപദേശങ്ങൾ തേടും. എന്നെ ഒന്ന് ഉപദേശിക്കും നബിയെ എന്ന് ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ സഹാബത്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി അവരെ ഉപദേശിക്കുകയും അവരെ പഠിപ്പിക്കുകയും അവർ സംസ്കരിക്കപ്പെടുന്നതിന് ആവശ്യമായ പാഠങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാണ്.
വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. പരിശുദ്ധമായ ഖുർആൻ. നബി അവരെ സംസ്കരിക്കും. വയുഅല്ലിമുഹുമുൽ കിതാബ, അവർക്ക് കിതാബ് പഠിപ്പിച്ചു കൊടുക്കും. വൽ ഹിക്മ, ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കും. ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ഞാൻ ഒരു അധ്യാപകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതും ആളുകളെ പ്രയാസപ്പെടുത്തുന്ന അധ്യാപകനല്ല, മുയസ്സിറ, ആളുകളെ എളുപ്പത്തിലാക്കുന്ന, അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു നല്ലൊരു അധ്യാപകനായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ ഉമ്മത്തിന് ആവശ്യമായതെല്ലാം, അത് ദുനിയാവിലേക്കാകട്ടെ ആഖിറത്തിലേക്കാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അബൂ അയ്യൂബ് അൽ അൻസാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയാണ്, ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ ഒരിക്കൽ കടന്നു വന്നു. എന്നിട്ട് റസൂലിനോട് ആ മനുഷ്യൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് അല്ലിംനി വഔജിസ്, എനിക്ക് പഠിപ്പിച്ചു താ നബിയെ, എന്നോട് വസിയത്ത് നടത്തു നബിയെ, എന്നൊന്ന് ഉപദേശിക്കു നബിയെ. അതും എങ്ങനത്തെ ഉപദേശം? കാതലായ ഉപദേശം, അടിസ്ഥാനപരമായ, എനിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഉപദേശം. അങ്ങനത്തെ ഒരു വസിയത്ത് എന്നോട് നടത്തു നബിയെ എന്നൊരു സഹാബി, ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന് 3 വസിയത്തുകൾ കൊടുത്തു. എനിക്ക് കാതലായ ഉപദേശം താ നബിയെ, ഞാൻ രക്ഷപ്പെടാൻ എന്നെ സഹായിക്കുന്ന ഏറ്റവും കാതലായ അമൂല്യമായ ഉപദേശം എനിക്ക് താ എന്ന് ചോദിച്ചു വന്ന സഹാബിയാണ്. 3 ഉപദേശങ്ങൾ, 3 വസിയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തു. ഇതിൽ ഒന്നാമത്തത് നിസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. റസൂല് പറഞ്ഞു, ഇദാ ഖുംത ഫീ സലാത്തിക, നീ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ഫസ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ, വിട പറയുന്നവനെ പോലെ നീ നിസ്കരിക്കണം. ഒരു വിട വാങ്ങുന്നവന്റെ നിസ്കാരം നീ നിർവഹിക്കണം. ഇനി എനിക്കൊരു നിസ്കാരം ഇല്ല, ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ ജുമുഅയാണ്, ഒരു നിസ്കാരാണ്, അടുത്തൊരു നിസ്കാരത്തിന് ഞാൻ ഉണ്ടാകൂല. മരിക്കാൻ പോകുന്ന ഈ നിസ്കാരത്തിന് ശേഷം എനിക്ക് മരണം ഉറപ്പാണ്. ആ നിലക്ക് വിട പറയുന്നവന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണിത് എന്നൊരു ചിന്തയോടെ, അങ്ങനത്തെ ഒരു നിലപാടോടുകൂടെ, അങ്ങനത്തെ ഒരു തഖ്വയോടുകൂടെ നീ നിസ്കരിക്കണം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമത്തെ ഉപദേശമായിട്ട് നൽകുകയാണ്. രണ്ടാമത് റസൂല് പറഞ്ഞത്, വലാ തകല്ലം ബികലാമിൻ തഅ്ദുറു അലൈഹി തഅ്തദിറു അലൈഹി വദാ. നീ ആരോടെങ്കിലും ഒക്കെ വർത്തമാനം പറയുമ്പോ, സംസാരിക്കുമ്പോ വാക്കുകൾ ശ്രദ്ധിക്കണം. നിന്റെ സംസാരത്തിന്റെ രീതി, ശൈലി ശ്രദ്ധിക്കണം, സമയം ശ്രദ്ധിക്കണം. ആ പറഞ്ഞത് തെറ്റായിപ്പോയി, മോശമായി പോയി എന്ന് തോന്നാൻ പാകത്തിനുള്ള, പിന്നീട് തോന്നാൻ പാകത്തിനുള്ള ഒരു വർത്താനം, അങ്ങനത്തെ ഒരു സംസാരം ഉണ്ടാകരുത്. നീ ആരോടെങ്കിലും വർത്തമാനം പറയുകയാണെങ്കിൽ നാളെ ക്ഷമ ചോദിക്കേണ്ടി വരുന്ന, സോറി പറയേണ്ടി വരുന്ന ഒരു വർത്താനം, അത് നിന്റെ ഭാഗത്ത് നിന്നുണ്ടാകരുത്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് ചെയ്യാൻ.
മൂന്നാമത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വഅജ്മിഇൽ യഅസ അമ്മാ ഫി ഐദിൻ നാസ്, ജനങ്ങളുടെ കൈവശമുള്ളതിനെ നീ ആഗ്രഹിക്കരുത്. നീ പ്രതീക്ഷിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. അല്ലാഹുവിന്റെ കയ്യിലുള്ളതാണ് നീ പ്രതീക്ഷിക്കേണ്ടത്, ആഗ്രഹിക്കേണ്ടത്, ആശിക്കേണ്ടത്. ജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടോ, അതിൽ നീ ആഗ്രഹം വെക്കരുത്, പ്രതീക്ഷ വെക്കരുത്. നിനക്ക് അല്ലാഹു തന്നതെന്താണോ അതിൽ തൃപ്തിപ്പെട്ട് നീ ജീവിക്കണം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ കാതലായ 3 ഉപദേശം. എന്നെ ഒന്ന് എന്നോടൊന്ന് ഉപദേശിക്കൂ നബിയേ. അതും കാതലായ ഉപദേശം. എന്റെ ദുന്യാവിലേക്കും ആഖിറത്തിലേക്കും എനിക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും അമൂല്യമായ വസിയത്ത് എനിക്ക് നൽകു നബിയേ എന്ന് ചോദിച്ച് പറഞ്ഞു വന്ന സഹാബിക്ക് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ 3 ഉപദേശങ്ങളാണ്. ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വസിയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തത് നമ്മുടെ ഇബാദത്തുകളുമായി, നമ്മുടെ നിസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇദാ ഖുംത ഫീ സലാത്തിക, നീ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ഫസല്ലി സ്വലാത്ത മുവദ്ദിഇൻ, വിട പറയുന്നവന്റെ നിസ്കാരം നിസ്കരിക്കണം. നീ വിട പറയാൻ പോകാണ്, അവസാനമാണ്, നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ്. ഇനി അടുത്ത വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാൻ ഞാൻ ഹയാത്തിൽ ഉണ്ടാകൂല. അതിനു മുമ്പ് പാനിപ്പുറ പള്ളിയുടെ തൊട്ടടുക്കലുള്ള പള്ളിക്കാട്ടിൽ ഞാൻ പോയി കിടക്കും. അവസാനത്തെ ജുമഅയാണ് എന്റെ ഈ നിസ്കാരം, ഈ വെള്ളിയാഴ്ചത്തെ എന്റെ ഇവിടത്തെ ഒരുമിച്ച് കൂടൽ. ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഉസ്താദിന്റെ നസീഹത്ത് ശ്രവിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ അവസാനത്തെ ജുമയ്ക്ക് വേണ്ടിയുള്ള ഇരുത്താണ്. ഇന്നത്തെ നിസ്കാരം അവസാനത്തെ നിസ്കാരമാണ്. ഇനി ഒരു ജുമയ്ക്ക് ഞാൻ ഉണ്ടാകൂല, ഇനി ഒരു അസറിനും ഞാൻ ഉണ്ടാകൂല. ആ നിലക്ക് തഖ്വയോടുകൂടെ നിസ്കരിക്കുക, ഖുശൂഅോടുകൂടെ നിസ്കരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം ഇതാ സഹാബിക്ക് മാത്രമുള്ള ഉപദേശമല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ഉമ്മത്തിനുള്ള ഉപദേശം. ഖിയാമത്ത് നാൾ വരെയുള്ള ഉമ്മത്തിന് മുഴുവനുള്ള ഉപദേശം. നിസ്കരിക്കുമ്പോ മനസ്സ് കേന്ദ്രീകരിച്ച് സഹാബത്ത് പറയാൻ, അള്ളാന്റെ റസൂല് നിസ്കരിക്കുമ്പോ റസൂലിൽ നിന്ന് കരച്ചിലിന്റെ തേങ്ങലിന്റെ ഒരു ശബ്ദം ഞങ്ങൾ കേൾക്കുമായിരുന്നു. റസൂല് നിസ്കരിക്കുമ്പോ റസൂലിന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും ഒരു തേങ്ങലാണ്. അസീറുൻ കഅസീരിൽ മിർജൽ, ഒരു പാത്രത്തിൽ എണ്ണ തിളയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പോലെ അതിനോട് സാമ്യമാകുന്ന ഒരു ശബ്ദം അല്ലാഹുവിന്റെ റസൂലിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു തേങ്ങലായി റസൂൽ നിസ്കരിക്കുമ്പോൾ ഞങ്ങൾ കേൾക്കുമായിരുന്നു എന്ന് സഹാബത്ത് പറയാണ്. നിസ്കാരത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ, ചില സഹാബത്തൊക്കെ നിസ്കരിക്കുമ്പോ പക്ഷികൾ വന്ന് അവരുടെ ദേഹത്തിരിക്കും, കുറെ കഴിയുമ്പോ പറന്നു പോകും. അത് വന്നിരുന്നതും അവരറിയണില്ല, പറന്നു പോകുന്നതും അറിയണില്ല. ആ പക്ഷികൾ വന്ന് ഇരുന്നതും അവരറിയണില്ല, അത് പറന്നു പോണതും അറിയണില്ല. അലി റളിയല്ലാഹു തആല അൻഹുവിന് ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കാലിൽ ഒരു അമ്പേറ്റപ്പോൾ വല്ലാത്ത വേദന, വലിച്ചൂരിക്കളയാൻ നോക്കുമ്പോ സാധിക്കണില്ല. വല്ലാത്ത വേദനയാണ്. എങ്ങനെ അത് വലിച്ചൂരും? അലിയാര് തങ്ങൾ പറഞ്ഞു, ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാം, നിസ്കാരത്തിലേക്ക് ഞാൻ പ്രവേശിച്ചാൽ നിങ്ങളത് വലിച്ചൂരി കളഞ്ഞോ. അലിയാര് തങ്ങൾ പറഞ്ഞു, നിസ്കരിക്കാൻ വേണ്ടി കൈയ്യട്ടി കഴിഞ്ഞാൽ നിങ്ങൾ വലിച്ചൂരിക്കുക. അലി റളിയല്ലാഹു തആല നിസ്കാരത്തിലേക്ക് കയറി, ഇവരത് വലിച്ചൂരി. സലാം വീട്ടി കഴിഞ്ഞപ്പോ അലിയാർ തങ്ങൾ ചോദിച്ചു, എന്തേ നിങ്ങളത് വലിച്ചൂരാതിരുന്നത്?
ഞാൻ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാൽ അത് വലിച്ചൂരണോന്നല്ലേ പറഞ്ഞത്? എന്തേ വലിച്ചൂരാതിരുന്നത്? ഈ സഹാബത്ത് അതിനു മുമ്പ് നിസ്കാരത്തിന് മുമ്പ് അത് വലിച്ചൂരി അമ്പ് വലിച്ചൂരിക്കളയാൻ നോക്കുമ്പോ ധീരനായ അലി റളിയല്ലാഹു തആല അൻഹു പോലും വേദന കൊണ്ട് പെടയാണ്. വലിച്ചൂരാൻ പറ്റണില്ല, വേദന സഹിക്കാൻ പറ്റണില്ല. അങ്ങനത്തെ അലി റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തില് ഇവരിത് വലിച്ചൂരിയിട്ട് അത് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നാണ്. സഹാബത്തൊക്കെ അങ്ങനെയായിരുന്നു, ഖുശൂ ഉള്ള ആളുകളായിരുന്നു. നിസ്കാരത്തിൽ, ഇബാദത്തിൽ. ഖിയാമത്ത് നാളിന്റെ ഏറ്റവും വലിയ അടയാളം വിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്ന് ഖുശൂ നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളതാണ്. എല്ലാം ഒരു പ്രകടനമായിട്ട് മാറും. എല്ലാവരുടെയും കാര്യമായി പറയുന്നത് എല്ലാം ഒരു പ്രകടനമായി. നിസ്കരിക്കുന്ന ശരീരം നിസ്കരിക്കും, മനസ്സ് നിസ്കരിക്കൂല, ഖൽബ് നിസ്കരിക്കൂല. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. നിസ്കാരക്കാരുടെ എണ്ണമൊക്കെ കൂടുതലായിരിക്കും. പള്ളികൾ നിറയും, റമദാനിലും അല്ലാത്തപ്പോഴും ഒക്കെ. നിസ്കാരക്കാരുടെ എണ്ണം, പക്ഷെ ശരീരമേ നിസ്കരിക്കൂ. ഖൽബ് കൊണ്ട് നിസ്കരിക്കുന്നവരുടെ എണ്ണം കുറവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു റബ്ബേ, മിൻ ഖൽബിൻ ലാ യഖ്ശഅ, ഖുശൂഇല്ലാത്ത ഹൃദയത്തെ തൊട്ട്, തഖ്വയില്ലാത്ത ഭക്തിയില്ലാത്ത ഖൽബിനെ തൊട്ട് ഞാൻ നിന്നോട് അഭയം തേടുന്നു റബ്ബേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. അവ്വലു ശൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായിട്ട് ഉയർത്തപ്പെടുന്ന കാര്യം അൽ ഖുശൂ, മനസ്സിലെ ഭക്തിയാണ്. ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം ഉയർന്നു പോകുന്ന കാര്യം അത് അൽ ഖുശൂ, ഭക്തിയില്ലാതെ നിസ്കരിക്കുക, ശരീരം കൊണ്ട് മാത്രം നിസ്കരിക്കുക, അല്ലെങ്കിൽ അമല് ചെയ്യുക, മനസ്സുകൊണ്ട് അമല് ചെയ്യാതെ. അതാണ് ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായിട്ട് ഉയർന്നു പോകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റസൂലിന്റെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്, നിസ്കാരത്തിന് വേണ്ടി കയറുമ്പോ നിൽക്കുമ്പോ ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ് എന്ന ചിന്തയിൽ മരിക്കാൻ പോകുന്ന ഒരാളെ പോലെ വിട പറയുന്ന ഒരാളുടെ മനസ്സ്, ആ മനസ്സോടുകൂടി നിസ്കരിക്കുക. സഹാബത്ത് നിസ്കരിക്കും പോലെ നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചോളണമെന്നൊന്നുമില്ല. നമ്മളൊക്കെ ഈമാൻ കുറഞ്ഞവരാണ്, ആഖിർ സമാനിലെ ആളുകളാണ്. സഹാബത്തിന്റെ ഈമാൻ ഒന്നും എനിക്കും നിങ്ങൾക്കൊന്നുമില്ല. എന്നാലും പരമാവധി നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക. എത്ര പിടിച്ചു നിർത്താൻ നോക്കിയാലും വല്ലാത്ത ചിന്തകളൊക്കെ ചിലപ്പോൾ കടന്നു വന്നേക്കും. അങ്ങനെ കടന്നു വന്നാലും പെട്ടെന്ന് തന്നെ മനസ്സിനെ നിസ്കാരത്തിലേക്ക്, തഖ്വയിലേക്ക് മടക്കി കൊണ്ടുവരാൻ, അങ്ങനെ പരമാവധി ഹൃദയ സാന്നിധ്യത്തോടെ തഖ്വയോടെ നിസ്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അത് അനിവാര്യമായ ഒരു കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ തഖ്വയോടെ, ഭക്തിയോടെയുള്ള നിസ്കാരക്കാരിൽ, ഇബാദത്ത് ചെയ്യുന്നവരിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ മറ്റൊരു ഉപദേശം, വഅജ്മിൽ യഅസ അമ്മാ ഫീ ഐദിൻ നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളതിനെ നിങ്ങൾ കൊതിക്കരുത്, ജനങ്ങളുടെ കയ്യിലുള്ളതിനെ നിങ്ങൾ ആശിക്കരുത്. അല്ലാഹുവിലെ നിങ്ങൾ കൊതിക്കാവൂ, പ്രതീക്ഷ വെക്കാവൂ. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് തൃപ്തിപ്പെടാൻ, പൊരുത്തപ്പെടാനുള്ളവനും മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. ദുനിയാവിലെ ജീവിതത്തിൽ സമാധാനമുണ്ടാകാൻ ഇതിനേക്കാൾ പ്രയോജനപ്പെടുന്ന ഒരു ട്രീറ്റ്മെന്റ് ഇല്ല എന്നാണ്, ഒരു മെഡിസിൻ ഇല്ല. ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോ അതിൻ്റെ അകത്ത് സമാധാനം കിട്ടാൻ ഇതിനേക്കാളും വലിയൊരു ഔഷധം ഇല്ല. എനിക്ക് എന്താണോ ഉള്ളത് അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. നമുക്ക് അല്ലാഹു തന്നതിൽ തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണില്ലെങ്കിൽ നമ്മൾ ആർത്തിയുള്ളവരായിട്ട് മാറും. ആർത്തി നമുക്കുണ്ടായാൽ പിന്നെ മരണം വരെ സമാധാനം കിട്ടൂല, എപ്പോഴും ടെൻഷനായിരിക്കും. പൈസയ്ക്ക് കുറവൊന്നും ഉണ്ടാകൂല.
എപ്പോഴും ടെൻഷനായിരിക്കും മനസ്സിലേക്ക്, നമ്മുടെ ഖൽബിലേക്ക് ആർത്തി കടന്നുകൂടിയാൽ. അല്ലാഹു കാക്കട്ടെ. അല്ലാഹുമ്മ ഖന്നിഅനി ബിമാ റസഖ്തനി വബാരിക് ലീ ഫീഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്, ദുആയാണ്. അല്ലാഹുമ്മ ഖന്നിഅനി ബിമാ റസഖ്തനി. അല്ലാഹുവേ, നീ എനിക്ക് തന്നതിൽ നീ എനിക്ക് ഖനാഅത്ത് നൽകണം. വബാരിക് ലീ ഫീഹി, അതിൽ നീ എനിക്ക് ബറക്കത്ത് നൽകണം. നീ എനിക്ക് എന്താണോ തന്നിട്ടുള്ളത് അതിൽ നീ ബറക്കത്തും ഖനാഅത്തും നൽകണം. ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ ആ ഉള്ളത് തന്നത് അത് തൃപ്തിപ്പെടാൻ പറ്റുന്ന ഒരു മനസ്സ് നീ എനിക്ക് നൽകണം. നമ്മള് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാറുണ്ട്, ഖനാഅത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യാറുണ്ടോ? ആലോചിച്ച് നോക്ക്. എന്റെ സമ്പത്തിൽ ബർക്കത്ത് താ അല്ലാ എന്ന് നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്. കമ്പനിയിൽ ബർക്കത്ത് തന്നെ, തൊഴിലിൽ ബർക്കത്ത് തന്നെ, കച്ചവടത്തിൽ ബർക്കത്ത് വേണം, ഇതൊക്കെ നമ്മൾ ദുആ ചെയ്യും. ഖനാഅത്തിന് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ? എനിക്ക് എന്താണോ റബ്ബേ നീ എനിക്ക് തന്നിട്ടുള്ളത് അത് പൊരുത്തപ്പെട്ട് അതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നീ എനിക്ക് നൽകണം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ദുആ അതായിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഉമ്മത്ത് ശ്രദ്ധിക്കേണ്ട കാതലായൊരു വസിയത്താണ്. കാതലായൊരു വസിയത്താണ്. തൃപ്തിപ്പെടാൻ മതിയാകാതിരിക്കുക എന്നുള്ളത് അത് മനുഷ്യ സഹജമായൊരു സ്വഭാവമാണ്. മതിയാകാതിരിക്കുക എന്നുള്ളത്, ഉള്ളത് മതി എന്നുള്ളത് അത് ഈമാനികമായ സ്വഭാവമാണ്. മനുഷ്യനാണോ കിട്ടിയ തികയില്ല. നമ്മൾ മനുഷ്യരായിട്ടാണോ ജനിച്ചേ, കിട്ടിയത് മതിയാകൂല, തികയില്ല. അത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു സ്വഭാവമാണ്. അതൊരു തിരുത്തൽ നടക്കൂല. അത് തിരുത്തണത് എങ്ങനെയാണ്? നമ്മൾ ഈമാനുള്ളവരാകുമ്പോ ഈമാനികമായ ഒരു സ്വഭാവത്തിലേക്ക്, അത് ഖനാഅത്തിലേക്ക്, അല്ലാഹ് നീ എനിക്ക് തന്നത് എന്താണോ, തരുന്നത് എന്താണോ അത് ഞാൻ പൊരുത്തപ്പെടുന്നു റബ്ബേ എന്നുള്ള ഒരു മൈൻഡ്, ഒരു ചിന്ത, അങ്ങനെ ഒരു ഈമാൻ അത് മുറുകെ പിടിച്ച് ജീവിക്കാൻ പറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മറ്റൊരു വസിയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മറ്റൊരു വസിയത്താണ്, വലാ തകല്ലം ബികലാമിൻ തഅതദിറു ഫീഹി ഗദാ. സംസാരിക്കുമ്പോ നാളെ ആളുകളോട് ക്ഷമ പറയേണ്ടി വരുന്ന, മോശമായി പോയല്ലോ ഞാൻ ആ പറഞ്ഞത് എന്ന് ചിന്തിക്കേണ്ടി വരുന്ന നിലക്കുള്ള ഒരു വർത്തമാനം അത് പറയരുത്. നാളെ സോറി പറയേണ്ടി വരുന്ന ഒരു വർത്താനം പറയരുത്. മോശമായി പോയി, അത് വേണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു വർത്താനം പറയരുതെന്നാണ്. ആ സഹാബിക്ക് മാത്രമുള്ള ഉപദേശമല്ലത്. ഖിയാമത്ത് നാൾ വരെ മുസ്ലിം ഉമ്മത്ത് മുറുകെ പിടിക്കേണ്ട ഒരു വസിയത്താണ്. നേര് പറയുക, സത്യം പറയുക എന്നുള്ളത്. നമ്മൾ പറയുന്നത് നേരാകണം, സത്യമാകണം, പരിശുദ്ധമാകണം. നമ്മുടെ ഒരു വാക്ക് ഒരു നിലക്കും മറ്റൊരാളെ അതുകൊണ്ട് വേദനിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കണം എന്നുള്ളത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വഖൂലൂ ഖൗലൻ സദീദാ. നിങ്ങൾ പറയുന്ന വർത്തമാനങ്ങൾ അത് നേരായ വർത്തമാനമാകണം. നിങ്ങൾ പറയുന്ന വർത്തമാനങ്ങൾ അത് ശരിയായ വർത്തമാനമാകണം. അത് ഏത് കാലഘട്ടത്തിൽ എടുത്തു ചാടിയൊന്നും മുസ്ലിം വർത്താനം പറയാൻ പാടില്ല. പെട്ടെന്ന് എടുത്തു ചാടി അത് അബദ്ധങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ആലോചിച്ചിട്ട് വേണം ചില മറുപടികൾ കൊടുക്കാൻ, ചില വാക്കുകൾ പ്രയോഗിക്കാൻ. നമ്മൾ നമ്മുടെ സംസാരത്തിൽ ഓഫ്ലൈനിലാകട്ടെ ഓൺലൈനിലാകട്ടെ വാക്കുകളിൽ സൂക്ഷ്മത ഒരു മുസ്ലിമിന് ഉണ്ടാകണം. ഓഫ്ലൈനിൽ സൂക്ഷ്മത പുലർത്തുന്ന ചില ആളുകൾ ആ സൂക്ഷ്മത ഓൺലൈനിൽ പാലിക്കാറില്ല എന്നുള്ളത്. ഓൺലൈനിൽ അത് വേണ്ട, അവിടെ എന്തും പറയാം, അവിടെ എന്ത് കമന്റ് ഇടാം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഓഫ്ലൈനിൽ ആളുകളുമായിട്ട് നേരിട്ട് വർത്താനം പറയുമ്പോൾ വലിയ സൂക്ഷ്മതയുണ്ട്. പക്ഷേ കയ്യിലിരിക്കുന്ന മൊബൈൽ കൊണ്ട് ആളുകളുടെ ചില പോസ്റ്റുകൾക്ക് കമന്റ് ഇടുമ്പോ ആ സൂക്ഷ്മതയൊന്നും ഇല്ല ചില ആളുകൾക്ക്. അവിടെ കുഴപ്പമില്ല എന്ന് ചിന്തിക്കണം.
നമ്മൾ എവിടെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം എല്ലായിടത്തും മുസ്ലിമാണ്, മുഅ്മിനാണ്. നമ്മൾ പള്ളിയിൽ വന്നിരിക്കുമ്പോഴും മുസ്ലിമാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ചായക്കടയുടെ ഫ്രണ്ടിൽ പോയിരുന്ന് 4 ആളുകൾ കൂടിയിരുന്ന് വർത്താനം പറയുമ്പോ ആ സമയത്തും നമ്മൾ മുസ്ലിമാണ്. ചായക്കടയുടെ ഉള്ളിലിരുന്ന് വർത്താനം പറയുമ്പോഴും നമ്മൾ മുസ്ലിമാണ്. നമുക്ക് ചില പരിധികളുണ്ട്. നമ്മുടെ വ്യക്തിപരമായ കാര്യം പറയട്ടെ, കുടുംബപരമായ കാര്യം പറയട്ടെ, നാട്ടുകാര്യം പറയട്ടെ, രാഷ്ട്രീയം പറയട്ടെ. ചില ആളുകൾക്ക് രാഷ്ട്രീയം അതിനകത്ത് കുഴപ്പമില്ല, അതിൻ്റെ അകത്ത് എന്തോ ആകാം എന്ന് ചില ആളുകൾ വിചാരിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയമല്ലേ എന്നാണ്. അത് രാഷ്ട്രീയമല്ലേ, അവിടെ എന്തും പറയാം, അവിടെ എന്തും ചെയ്യാം. അങ്ങനെയൊന്നുമില്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിലും ഒരു മുസ്ലിമായിട്ടും മുസ്ലിമായ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമേ ഒരു മുസ്ലിമിന് ചെയ്യാൻ അനുവാദമുള്ളൂ. വാക്കുകൾ പറയുന്നത്, ഇടപെടുന്നത് ഒക്കെ ശ്രദ്ധിച്ച് നമ്മുടെ ദുന്യാവിനെ ആഖിറത്തെ ബാധിക്കും. അല്ലെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്, മൻ ഖാല ലി അഖീഹി യാ അദുവല്ലാഹ്, ആരെങ്കിലും തന്റെ സഹോദരനോട് യാ അദുവല്ലാഹ് എന്ന് തന്റെ സഹോദരനെ വിളിച്ചാൽ അള്ളാഹുവിന്റെ ശത്രു എന്ന് വിളിച്ചു, അല്ലെങ്കിൽ എടാ കാഫിറെ എന്ന് വിളിച്ചു. ഫലൈസ കദാലിക, ഇവൻ അങ്ങനെയല്ല, ഇവനൊരു നല്ല മനുഷ്യനാണ്. ഇവൻ അവനെ എന്താണോ വിളിച്ചത് ആ വിളിച്ച ഒരു പോരായ്മയും കുഴപ്പവും കുറ്റവും അവനില്ല. തെമ്മാടി എന്നാണ് വിളിച്ചത്, അവൻ തെമ്മാടിയല്ല. കള്ളൻ എന്നാണ് വിളിച്ചത്, അവൻ കള്ളനല്ല. അല്ലെങ്കിൽ ഈ മൈക്കിന്റെ മുമ്പിൽ എന്നിട്ട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും വാക്കുകളാണ് വിളിച്ചത്, അവൻ അങ്ങനത്തോനല്ലാന്നേ, അവൻ കുഴപ്പമില്ലാത്തവനാണ്. പക്ഷേ വഴക്കു കൂടിയപ്പോ ദേഷ്യത്തിന്റെ സമയത്തോ അല്ലാതെയോ ഇവൻ വിളിച്ചു പോയതാണ്. അല്ലാഹുവിന്റെ റസൂല് പറയാൻ, അങ്ങനെ സംഭവിച്ചാൽ ഇല്ലാ ഹാറ അലൈഹി ഇല്ലാ റജഅ അലൈഹി, ഇവൻ എന്താണോ വിളിച്ചത് അത് ഇവനിലേക്ക് തന്നെ മടങ്ങാതിരിക്കില്ല. ഇവൻ എന്താണോ വിളിച്ചത് അത് ഇവനിലേക്ക് തന്നെ അത് മടങ്ങാതിരിക്കില്ല. ഇത് ചെറിയ വിഷയമല്ല, അത് പറയുന്നത് അള്ളാന്റെ റസൂലാണ്. പറയുന്നത് അള്ളാന്റെ റസൂലാണ്. ഇത് ചെറിയ വിഷയമല്ല. നമ്മുടെയൊക്കെ മക്കള്, അല്ലെങ്കിൽ ചിലരുടെ ഒക്കെ മക്കള് കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും പെണ്ണിന്റെയും ഒക്കെ പിന്നാലെ തെമ്മാടികളായിട്ട് ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ചിലപ്പോ അവര് മാത്രമാകൂല, കാരണവന്മാരും ആകും. കാരണവന്മാരുടെ സ്വഭാവം മോശമായതുകൊണ്ടായിരിക്കും. ആളുകളെ ആവശ്യമില്ലാത്തത് ആളുകളെ വിളിച്ച് പറഞ്ഞ് അവരെ നാട്ടുകാരുടെ മുന്നിൽ, സമൂഹത്തിന്റെ മുന്നിൽ മോശക്കാരാക്കുന്ന സ്വഭാവമാണോ കാരണവന്മാർക്കുള്ളത്? അതൊരു ശാപമായി അനുഭവിക്കേണ്ടി വരുന്നത് ചിലപ്പോൾ മക്കളും തലമുറകളും ഒക്കെ ആയിരിക്കും. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നറിയിപ്പാണ്. അല്ലാഹു കാക്കട്ടെ. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, വൈലെന്ന നരകമാർക്കെന്നറിയുമോ? നരകത്തിലെ ഏറ്റവും ഭയാനകരമായ ശിക്ഷ ലഭിക്കുന്ന നരകത്തിന്റെ ഭാഗമാണ് വൈല്. അതാർക്കെന്നറിയുമോ? ആളുകളെ ഇടിച്ച് താഴ്ത്തി പരിഹസിച്ച് നാണം കെടുത്തി വർത്തമാനം പറയുന്ന ആളുകൾക്കാണ് വൈലെന്ന ഭാഗം, നരകത്തിന്റെ അതിഭീകരമായ ശിക്ഷയുടെ ഭാഗം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. ദുന്യാവും ആഖിറവും പോകുന്ന. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എക്കാലഘട്ടത്തിലും ഏത് സമയത്തും, പ്രത്യേകിച്ച് വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ നേരായ വർത്തമാനം പറയണം എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്തൊക്കെ വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇലക്ഷൻ സമയത്തൊക്കെ വളരെ ഗൗരവത്തോടെ നമ്മുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഇടപെടലുകൾ നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ വല്ലാതെ പോസ്റ്റർ പ്രചരണങ്ങൾ ഒക്കെ നടക്കുന്ന സമയം, തന്റെ മുന്നണിക്കും തന്റെ പാർട്ടിക്കും തന്റെ സ്ഥാനാർത്ഥിക്കും ഒക്കെ വേണ്ടി അത് ആവശ്യമില്ലാത്തത് ഇല്ലാ കഥകൾ കെട്ടിച്ചമച്ച് പാർട്ടികളുടെ ചാവേറായി ഒരു മുസ്ലിം മാറാൻ പാടില്ല.
ഇല്ലാ കഥകൾ. നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താം, വോട്ട് പിടിക്കാൻ പോകാം, നമുക്ക് സമ്മേളനത്തിന് പോകാം, റാലികൾക്ക് പോകാം, കൺവെൻഷന് പോകാം, അതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളിലും നമുക്ക് ബന്ധപ്പെടാം. പരിധികൾ ലംഘിക്കപ്പെടരുത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. പരിധികൾ അതിന്റെ പേരിൽ ഒരു നിസ്കാരം ഖളാ ആകുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ നമ്മളത് മാറ്റിവെച്ചേക്കണം. അല്ലെങ്കിൽ നിസ്കാരം ഖളാ ആക്കാതെ നമ്മൾ അത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെടണം. നമ്മുടെ പാർട്ടിക്കാരൻ, നമ്മുടെ സ്ഥാനാർത്ഥി, നമ്മുടെ മുന്നണിക്കാരൻ, നമ്മുടെ നേതാവ് നന്മയല്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ, ശുദ്ധമല്ലാത്ത സംശുദ്ധമല്ലാത്ത ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിന് നേരെ നോ എന്ന് പറയാനുള്ള ആർജവം ഒരു മുസ്ലിമിനുണ്ടാകണം. അതില്ലാതെ പോകുന്നു എന്നുള്ളത് ചിലപ്പോഴൊക്കെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മുടെ പാർട്ടി നേതാവ് ആരും ആകട്ടെ, സംശുദ്ധമല്ലാത്ത ശുദ്ധമല്ലാത്ത ഒരു നിലപാട് സ്വീകരിക്കാണോ, ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു നിലപാട് സ്വീകരിക്കാണോ, ഒരു വാക്ക് പറയാണോ, അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യം, അതിന് സിന്ദാബാദ് വിളിക്കേണ്ട ഒരു കാര്യം മുസ്ലിമിനില്ല. തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒപ്പം സോഷ്യൽ മീഡിയകളിലുള്ള പോസ്റ്റർ യുദ്ധങ്ങളും മറ്റുമൊക്കെ, അതിലൊക്കെ വല്ലാത്ത ശ്രദ്ധ നമുക്ക് വേണം. സത്യം മാത്രം, നേര് മാത്രം, ആളുകൾക്ക് സമൂഹത്തിന് ഉപകാരപ്പെടുന്നത് മാത്രം, അത് മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യാവൂ. അതിന് മാത്രമേ നമ്മൾ താഴെ ലൈക്ക് അടിക്കാവൂ. അതിനും അനുകൂലമായ കമന്റുകളെ നമ്മൾ പറയാവൂ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, നമ്മുടെ വാട്സപ്പ് മുതൽ FB മുതൽ ഇൻസ്റ്റ വരെ, അതിനപ്പുറത്തേക്ക് എന്തെല്ലാമാണ് ഉള്ളത്, അതിലൊക്കെയുള്ള നമ്മുടെ റീൽസുകൾ, നമ്മുടെ സ്റ്റാറ്റസുകൾ എല്ലാം പരിശുദ്ധമാകണം. മുസ്ലിമിന്റെ സംസ്കാരത്തിന് യോജിക്കാത്ത ഒന്ന് അത് നമ്മുടെ റീൽസുകളിലോ നമ്മുടെ സ്റ്റാറ്റസുകളിലോ, അതിൻ്റെ അകത്ത് പാർട്ടിയും രാഷ്ട്രീയമൊന്നും നമ്മൾ നോക്കരുത്. നമ്മൾ മുസ്ലിമാണ്, നമുക്ക് പരിധികളുണ്ട്. പരിധികൾ ലംഘിക്കപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ ഓഫ്ലൈനിലോ ഓൺലൈനിലോ ഉണ്ടാകാതിരിക്കാൻ വഖൂലു ഖൗലൻ സദീദാ, നിങ്ങൾ പറയുന്ന വാക്കുകൾ നേരാകണം. നാളെ മോശമായി പോയി, വേണ്ടായിരുന്നു, അത് ചെയ്യണ്ടായിരുന്നു, അതിന് താഴെ ഞാനൊരു ലൈക്ക് അടിക്കണ്ടായിരുന്നു, അതിന് താഴെ ഒരു ലൈക്ക് ബട്ടൺ ഞാൻ അമർത്തണ്ടായിരുന്നു. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദ് എന്ന രണ്ട് മലക്കുകളില്ലാതെ, അവരുടെ നിരീക്ഷണത്തിലല്ലാതെ ഒരു കാര്യവും, ഒരു വാക്ക് പോലും, ഒരക്ഷരം പോലും മൊഴിയാൻ, ഒന്ന് അനങ്ങാൻ, ഒന്ന് ഇടപെടാൻ, ഒരു ലൈക്ക് ബട്ടൺ അമർത്താൻ മുസ്ലിമിന് സാധിക്കില്ല. പരിശുദ്ധമായ ഖുർആനാണ്, മുന്നറിയിപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കാൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന വസിയത്തുകൾ, ആ വസിയത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു നല്ല മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ നമുക്കേവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.